ഷിരൂരിൽ കനത്ത മഴ വീണ്ടും തുടരുകയാണ്. നേവിയുടെ രക്ഷാദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. ഐബോർഡ് പരിശോധനയിൽ സജീവ മനുഷ്യ സാന്നിധ്യമില്ല ഈ ട്രക്കുണ്ട് എന്ന് സംശയിക്കുന്ന ഭാഗത്ത് എന്ന വിവരവും വരികയാണ്. അല്പസമയത്തിനകം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വം അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണും. ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാഷ്മി, എന്താണ് പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഷിരൂരിലെ പെരുമഴ തന്നെയാണ് വീണ്ടും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. അതിഭീകരമായ മഴ, വലിയ കാറ്റ് എന്ന് പറഞ്ഞാൽ ഷിരൂരിലെ ടിപ്പിക്കൽ മഴ നമ്മൾ ആദ്യ ദിവസം മുതൽ കാണുന്ന ഇന്നലെയൊക്കെ കണ്ട അതിഭീകരമായ ടിപ്പിക്കൽ മഴ തുടങ്ങുന്നു ഈ സമയത്ത്. ഇത് എത്ര സമയം? ഇന്നലെയൊക്കെ ഈ സമയത്ത് തുടങ്ങിയ മഴ ഏകദേശം 2 മണിക്കൂർ അങ്ങനെ നിന്ന് പെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാറ്റും ഈ ദുഷ്കര സാഹചര്യം അങ്ങനെ തുടരുന്ന കാഴ്ച കണ്ടു. ഇന്നലെ പെയ്ത മട്ടിൽ ഇപ്പോൾ പെയ്ത്താണെങ്കിൽ ഇനി ഈ ദൗത്യം ഇനിയും എങ്ങനെ മുന്നോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്, തർക്കമുണ്ട്. ഇതിവിടെ മാത്രം പെയ്യുന്ന മഴയല്ല വേണു. ഇന്ന് ഈ സമയം വരെ മലയോര മേഖലകളിലൊക്കെ ഒറ്റപ്പെട്ട് പെയ്തിരുന്നുവെങ്കിലും അങ്ങനെ ഭീകരമായി പെയ്യാതിരുന്ന ഈ മേഖലകളിലൊക്കെ അതിശക്തമായ മഴ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഗംഗാവാലി പുഴയിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്താൻ പോകുന്നു. ഈ കുത്തൊഴുക്ക്, ഈ നദിയുടെ കുത്തൊഴുക്ക് വീണ്ടും ആഴത്തിലെ കുത്തൊഴുക്ക് വീണ്ടും കൂടാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. വീണ്ടും 10ാം ദിനവും ഈ ലോറി നമ്മുടെ കയ്യകലത്തിലെത്തിയിട്ട് നമുക്കതിലേക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആരുടെ കുറ്റമല്ല, അത് പ്രകൃതി താണ്ഡവമാടുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ അറിയാമെങ്കിൽ കൂടിയും അതങ്ങേറ്റം നിരാശാജനകമാണ്. അല്പസമയത്തിനും ഈ പശ്ചാത്തലത്തിലാണ് ദൗത്യസംഘത്തിന്റെ വാർത്താ സമ്മേളനം വെച്ചിരുന്നത്. അതും ഇപ്പോൾ ഒന്ന് വൈകുകയാണ്. എന്തോ ചില നേരത്തെ തീരുമാനിക്കാതിരുന്ന 1-2 യോഗങ്ങൾ കൂടി നടക്കുന്നു എന്നറിയാൻ കഴിയുന്നു. അതിപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ്. ഈ കാലാവസ്ഥ നേരെയാകും എന്ന പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നത് കാലാവസ്ഥാ പ്രവചനത്തിലൂടെ അടിസ്ഥാനത്തിൽ മഴ കുറയുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ മഴ കുറഞ്ഞു, പക്ഷേ അല്പസമയത്തേക്ക് മാത്രമാണ്. രാവിലെ മുതൽ ഒരു ഉച്ച വരെ മാത്രമാണ് മഴ മാറുന്നത്. അതിനുശേഷം ഈ പെരുമഴ പെയ്ത്ത് തുടങ്ങുന്നുണ്ട്. നമുക്കറിയാം ഈ പെയ്ത്ത് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയ ദിവസങ്ങളിൽ അത്രയും ഈ പെയ്ത്ത് രക്ഷാദൗത്യത്തെ, അത് കരയിലാവട്ടെ പുഴയിലാവട്ടെ, രക്ഷാദൗത്യത്തെ ഏതൊക്കെ തരത്തിൽ ബാധിച്ചു നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഈ ഡ്രോൺ പരിശോധനയൊന്നും ഈ മഴയത്ത് നടക്കില്ല, ഈ കാറ്റത്ത് നടക്കില്ല. അത്ര കാറ്റാണ്. മഴ ഈ ഡ്രോണ് വലിയ പ്രശ്നമുണ്ടാക്കുന്നില്ലെങ്കിലും ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അസാധ്യമായ കാറ്റാണ് വേണു. നമ്മുടെ അവിടുത്തെ കാറ്റ് പോലൊരു കാറ്റല്ല. ഒരാളിനെയൊക്കെ തള്ളി നീക്കാൻ കഴിവുള്ള അത്രയും അസാധ്യമായ കാറ്റാണ് ഇവിടുത്തെ കാറ്റ്. ആ കാറ്റിനിടയിൽ ഈ ഡ്രോൺ പരിശോധന ഒക്കെ എന്തായാലും നടക്കാൻ പോകുന്നില്ല. എന്തായാലും വേണു, ഒരു കാര്യം ഉറപ്പാണ്. 10ാം നാൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിവരം ഇപ്പോൾ വരുന്നില്ല. നിരാശകൾ 10ാം നാളും നിരാശയല്ലാതെ ഒരു ആക്റ്റീവ് ബീയിങ് എലമെന്റ് അതില്ല എന്ന ഈ ഡ്രോൺ പരിശോധനാ ഫലവും അങ്ങേയറ്റം നിരാശാജനകമാണ്. ഒരുപക്ഷെ ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്പ് എന്നൊക്കെ പറയും മട്ടിൽ 10ാം നാളാണെങ്കിൽ കൂടിയും എന്തെങ്കിലും അത്ഭുതത്തിൽ അർജുൻ ജീവനോടെ ഉണ്ടോ എന്ന പ്രതീക്ഷകൾക്കൊക്കെ മേൽ വീഴും. ശരി ഹാഷ്മി, തുടരുക. ഷഫീദ് റാവുത്തർ പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ ഐബോർഡ് പരിശോധന, ഡ്രോൺ പരിശോധന നിർത്തിയെന്നറിയുന്നു, എന്താണ് കാരണം? വേണു, ഈ മേഖലയിൽ കനത്ത മഴയും കാറ്റുമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഐബോർഡ് ഡ്രോൺ പരിശോധന താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരം കൈമാറുന്നത്. അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: ഹെവി റെയിൻ ആൻഡ് വിൻഡ് ഹാമ്പേഴ്സ് ഓപ്പറേഷൻസ്, ബാക്കപ്പ് ഡ്രോൺ ഡെവലപ്പ് സ്നാഗ് ഡ്യൂ ടു വെറ്റിംഗ്. അതായത് നനവടക്കമുള്ളത് കൊണ്ട് തന്നെ ഈ ഡ്രോണുകൾ പ്രവർത്തിക്കുന്നതിനടക്കം തടസ്സമുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ഈ പരിശോധന അവസാനിപ്പിക്കുന്നുവെന്ന ഇന്ദ്രബാലൻ സാർ തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. അതേസമയം കൺഫർമേറ്ററി സ്കാനിങ് ഓഫ് സെക്കൻഡ് സ്പോട്ട് ആൾസോ ഹാംബേഡ് എന്നുള്ള വിവരം കൂടി നൽകുന്നുണ്ട്. തേർഡ് സ്പോട്ട് നോട്ട് യെറ്റ് സ്കാനഡ്, അതായത് 3ാമത്തെ സ്പോട്ടിൽ ഇതുവരെയും ഡ്രോൺ പരിശോധന നടത്തിയിട്ടില്ല, അതല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഡ്രോൺ പരിശോധന നടത്തിയിട്ടില്ല. അവിടെ വീണ്ടും ഒരിക്കൽ കൂടി പരിശോധന നടത്താനുള്ള നീക്കം നടത്തുന്നുണ്ട്. അവിടെയും ഒരു പ്രതീക്ഷയുടെ തുരുത്ത് അവിടെ കിടപ്പുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ കടുത്ത മഴയാണ്, വലിയ മഴ, കനത്ത കാറ്റുണ്ട്. ഒരു കാരണവശാലും ഡ്രോൺ പരിശോധന നടത്താൻ കഴിയില്ല, കാരണം ആ കാറ്റിനെ അതിജീവിക്കാൻ കഴിയില്ല. അത്രയധികം വലിയ കാറ്റ് ഷിരൂർ മേഖലയിൽ വീശുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധന അവസാനിപ്പിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻസ് അബോർട്ടഡ് ഫോർ നൗ എന്ന് മാത്രമാണ്, താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് വീണ്ടും പരിശോധനകൾ നടത്തും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അവസാനമായി അവിടെ നമ്മൾ ഈ പറയുന്ന അപകടം നടന്ന മേഖലയിൽ അവിടെ ഉണ്ടായിരുന്നത്
ഈ ഡ്രോൺ പരിശോധനയായിരുന്നു. ആ ഡ്രോൺ പരിശോധന കൂടി താൽക്കാലികമായി ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. വേണു, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ മൂടൽമഞ്ഞുണ്ട്. അതേപോലെ തന്നെ ഗംഗാവലി നദിയിൽ വീണ്ടും വെള്ളം ഇങ്ങനെ ഒഴുകി കുത്തിക്കലങ്ങി മറിഞ്ഞ് ഒഴുകിയെത്തുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് നമ്മുടെ വിസിബിലിറ്റി പോയിന്റിൽ പോലും ഇപ്പോൾ ആ പ്രദേശം, അപകടം നടന്ന മേഖല കാണാനില്ല. അത്രയ്ക്കധികം മഴയാണ് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം ഈ പ്രദേശത്തുണ്ടായത്. കനത്ത ഇന്നലെയും സമാനമായ രീതിയിൽ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ, ഒരു 4 മണി 4:30 ആയപ്പോൾ മഴ പെയ്തു. ആ മഴ വീണ്ടും തുടർന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇന്നും ഒരുപക്ഷെ സമാനമായ രീതിയിലായിരിക്കും ഈ മഴ ഉണ്ടാവുക. കനത്ത മഴയും കാറ്റുമാണെങ്കിൽ ഡ്രോൺ പരിശോധന സാധ്യമാകില്ല. അതേസമയം നൈറ്റിൽ കൂളർ ടെമ്പറേച്ചറിൽ ഒരിക്കൽ കൂടി ഈ ഡ്രോൺ പരിശോധന നടത്തും. അത് നിലവിലിപ്പോൾ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ സജീവമായിട്ടുള്ള മനുഷ്യ സാന്നിധ്യം കണ്ടെത്താത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. അതുകൂടി രാത്രി ഉണ്ടാകും. എന്തായാലും ആ രീതിയിലുള്ള പരിശോധനകൾ തുടരുകയാണ്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാകുന്നു. കാലാവസ്ഥ പതിവ് പോലെ വില്ലനാകുന്നു. നമുക്ക് പതുക്കെ ആ ദൃശ്യങ്ങളുടെ ഒരു വിസിബിലിറ്റി പതുക്കെ തെളിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ മേഖലയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരച്ചിൽ നടത്താൻ ഷഫീദ് ഏറ്റവും പുതിയ വിവരം നൽകിയത്. ഐബോർഡ് പരിശോധനയും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മോശം കാലാവസ്ഥ കാരണമാണ് ഈ പരിശോധന നിർത്തിവെക്കുന്നത് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഷിരൂരിൽ കനത്ത മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വാർത്താ സമ്മേളനത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ അനിശ്ചിതത്വമുണ്ട്. തിരക്കിട്ട ചില കൂടിയാലോചനകൾ കൂടെ അവിടെ നടക്കുന്നു എന്നാണ് അറിയുന്നത്. അതിന്റെ ഭാഗമായാണ് വാർത്താ സമ്മേളനം നീളാനുള്ള സാധ്യതയുള്ളത് എന്നും അറിയുന്നു. എന്തായാലും തിരച്ചിൽ നേവിയും അവസാനിപ്പിച്ചിരിക്കുന്നു. ഡ്രോൺ പരിശോധനയും തൽക്കാലം നിർത്തിവെച്ചു.